വീഡിയോയിലോട്ട് പോയാലോ? അപ്പം ഞാൻ ഇന്ന് ഗാജറിൻ്റെ അലുവായ ഉണ്ടാക്കുന്നത്. നിങ്ങളെ ഞാനതൊന്ന് കാണിക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഇതുപോലത്തെ ഒരു കുക്കറിനകത്ത് വെച്ചിത് ഇതാണ് ഇവിടുത്തെ ഗാജർ. അതായത് നമ്മൾ ഗാജർ എന്ന് പറഞ്ഞാൽ ക്യാരറ്റ്, ഇത് ഇവിടുത്തെ ക്യാരറ്റ്. അപ്പം അത് ഞാൻ എന്ത് ചെയ്തു, എല്ലാം ബജാറിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നു. അത് കഴുകി എല്ലാം ചിരണ്ടി എടുത്തിട്ട് ഞാൻ ഉരയ്ക്കുന്നതേ വെച്ച് ഞാൻ ഉരച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കുക്കറിനകത്ത് വെച്ച് 2 സീറ്റി അടുപ്പിച്ചു. അതിനകത്തോട്ട് കുറച്ച് പഞ്ചാരയും കൂടി ഇട്ടുണ്ട്. സീറ്റി അടുപ്പിച്ചിട്ട് ഞാൻ അത് സീറ്റി പോയി കഴിഞ്ഞപ്പോൾ അത് വാങ്ങി ഒരു ചീനിച്ചട്ടിക്കകത്ത് വെച്ചു. ചീനിച്ചട്ടിക്കകത്ത് ഇച്ചിരി പാലൊഴിച്ചാണ് ഞാനിത് വെച്ചേക്കുന്നത്. ഇനി ഇത് പറ്റണം, നല്ലോണം പറ്റുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിക്കാം അങ്ങോട്ട്. അപ്പോൾ ഇന്ന് പുതിയ മാസം തുടങ്ങുമല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്ന് ഇച്ചിരി മധുരം കൊണ്ട് തുടക്കം, വൈകിട്ട് ഇച്ചിരി മധുരം. അപ്പോൾ അങ്ങനെ ഗാജറിൻ്റെ അലുവ എല്ലാം ശരിയായിരുന്നു. പിന്നെ ഞാൻ അതിനകത്തോട്ട് ഒരു ശകലം, ഇന്ന് വ്യാഴാഴ്ചയല്ലേ, ഇന്ന് കൃഷ്ണൻ്റെ ദിവസമല്ലേ, അതുകൊണ്ട് ഞാൻ ഒരു 10 ഇച്ചിരി അരി പച്ചരി ഇട്ട് ഞാനൊരു പാൽപ്പായസം വെക്കാമെന്ന് ചൊല്ലി കുക്കറിനകത്തോട്ട് പാലും വെള്ളവും പഞ്ചസാരയും ഇച്ചിരി നെയ്യും കൂടി ഇട്ട് ഞാനതും ഇതിനകത്ത് വേവിക്കും. അപ്പോൾ അത് എടുക്കുമ്പോൾ നിങ്ങളെ കാണിക്കും. ഒരു 5 സീറ്റി അടിക്കട്ടെ. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ നെയ്യ് കൊണ്ട് തന്നെ, അതുകൊണ്ടാണ് ഇച്ചിരി കൂടുതൽ നമ്മൾ ഇടുന്നത്. ഇതിപ്പം കാശൊക്കെ പൈസ കൊടുത്തൊക്കെ മേടിക്കുകയാണെങ്കിൽ ഭയങ്കര വിലയില്ലേ. അപ്പം ഇത് ഞാനിച്ചിരി ഇങ്ങനെ പാലൊന്നും ഇവിടെ മേടിക്കുന്നത് ഇന്ന് എടുത്തുണ്ടാക്കിയത് കൊണ്ടാണ് ഇച്ചിരി ഏറെ നെയ്യ്. അതുമല്ല, ഗാജർ അലുവ എന്ന് പറയുന്നത് അതിന് ഹിന്ദിക്കാരൊക്കെ ഒത്തിരി നെയ്യ് ഒഴിക്കും. നമ്മളിതിനകത്ത് കുറച്ചൊക്കെ ചേർക്കുന്നത്. ഇപ്പം ഞാനിച്ചിരി ഏതായാലും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നല്ലോണം പറ്റി ഇതിങ്ങനെ വെള്ളം എല്ലാം തോന്നു കഴിഞ്ഞാലേ നമ്മുടെ ഇത് ആകത്തുള്ളൂ. ആ നെയ്യൊക്കെ അതിൽ പിടിക്കണം, പഞ്ചസാരയെല്ലാം. പിന്നെ ഇനി നമ്മളൊരു വേറൊരു സാധനം ഇടും. അതെന്തോ ഈ പാല് കട്ടയാക്കി വെച്ചേക്കുന്നത്, കോയ എന്നാണ് പറയുന്നത്. അത് നമ്മളിതിനകത്ത് ചിരണ്ടിയിടും ലാസ്റ്റ്. അത് നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പം നമ്മുടെ പായസത്തിൻ്റെ സീറ്റി അടിക്കുന്നു. അപ്പം നമ്മൾ ഗാജർ അലുവ എല്ലാം ഉണ്ടാക്കി. ഞാൻ ലാസ്റ്റ് ഒരു ശകലം ഏലക്കാപ്പൊടിയും പിന്നെ നെയ്യും കൂടി ഇട്ട് ഇത് നല്ലോണം വെന്തു. അപ്പോൾ ഇനി നമുക്കിത് അതിൻ്റെ തീ അങ്ങ് കെടുത്താം. പിന്നെ വേണ്ടിയത് നമ്മൾ പായസത്തിൻ്റെ വെച്ച് അത് ഞാൻ സീറ്റി നിർത്തി വെച്ചു. ഇനി വേറൊരു കുക്കറിനകത്തോട്ട് നമുക്ക് ഈ പായസത്തിൻ്റെ പാല് ഒഴിച്ച് പഞ്ചസാരയിട്ട് ഇടണം. അപ്പം ഗാജർ അലുവ എല്ലാം ക്യാരറ്റ് അലുവ എല്ലാം റെഡിയായി. ഇനി അത് ഈ കോയ എന്ന് പറയുന്നത് ഇത് തണുത്തിട്ട് വേണം എടുത്തിടാൻ. അപ്പം നമുക്ക് ഇതങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ പായസം ഇങ്ങനെ എല്ലാം കിടന്ന് തിളയ്ക്കുന്നു. അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ഏലക്കാപ്പൊടി ഇടണം. അപ്പം ലാസ്റ്റ് ഇടാം ഏലക്കാപ്പൊടി. പിന്നെ പഞ്ചസാര ഇച്ചിരി കൂടെ മധുരം നോക്കിയിട്ട് പഞ്ചസാര ഇടണം. അപ്പം ഇത് ഇച്ചിരി വലിയ അരിയാണ്, കണ്ട, എന്നാലും കുഴപ്പമില്ല. ഇച്ചിരി നേരം വേണം വേവാൻ. അപ്പോൾ അത് വേവണം. വേണ്ട, ഇതിനകത്ത് ഇടുന്ന സാധനമാണ് അതേണ്ട. ഇത് പാല് കൊണ്ടുണ്ടാക്കുന്നത്, മിൽക്കിൻ്റെ തന്നെ, പാലിൻ്റെ തന്നെ. അപ്പോൾ ഇതിനൊരെണ്ണത്തിന് 80 രൂപയാണ് നമ്മൾ ഇത് മേടിച്ചത്. അപ്പോൾ അത് അതിനകം ഇങ്ങനെ പൊടി പോലെ ഇരിക്കുന്നത്. ഇത് ഇട്ടാലേ ഈ ഗാജർ അലുവയ്ക്കൊരു ടേസ്റ്റുള്ളൂ. ബാക്കി എന്താ ഇട്ടാലും ഇതിടണം. അപ്പം ഞാനത് ഇട്ടിട്ട് നിങ്ങളെ കാണിക്കും. ഇപ്പം നമ്മൾ പകുതിയേ ഞാൻ എടുത്തുള്ളൂ, പകുതിയാണ് ഇരിപ്പുണ്ട്. പകുതി ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് അലുവ ഉണ്ടാക്കുമ്പോൾ ഓരോ ആഴ്ചയിലും ഇവിടെ ഉണ്ടല്ലോ, അന്നേരം മേടിച്ച് നമുക്ക് വേണ്ടിയപ്പോഴൊക്കെ ഉണ്ടാക്കാം. ഇതിങ്ങനെ തണുത്തിരിക്കുന്നതുകൊണ്ടാണ് കട്ടയായിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ അലുവ അതെല്ലാം ഉണ്ടാക്കി വെച്ച് നല്ല അടിപൊളി ടേസ്റ്റാണ്. നെയ്യും പാലും എണ്ണയും പഞ്ചസാരയൊക്കെ ഇല്ലേ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം പിന്നെ പായസം ഇപ്പുറത്തെ പായസവും റെഡിയായി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഗാജറിൻ്റെ അലുവ നാട്ടിലെനിക്കിതൊന്നും അറിയത്തില്ലായിരിക്കും, എന്നാലും കിട്ടുക നിങ്ങളിതെല്ലാം ഒന്നുണ്ടാക്കി നോക്കുക. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യും. ഓക്കെ.